നിങ്ങളൊരു സേഫ്റ്റി പ്രൊഫഷണലാണോ? എന്താണ് എംപ്ലോയി മാനേജ്മെന്റ് സിസ്റ്റം അറിയാമോ? അറിയില്ലെങ്കിൽ വാ പറഞ്ഞു തരാം. ഹലോ സേഫ്റ്റി പ്രൊഫഷണൽ, വെൽക്കം ബാക്ക് ടു HSC വിത്ത് ഹരി. ഇന്ന് നമ്മൾ ഷെയർ ചെയ്യാൻ പോകുന്ന ടോപ്പിക്ക് നമ്മുടെ HSC കിറ്റിന്റെ ഒരു മോഡലിന്റെ പേരാണ് എംപ്ലോയി മാനേജ്മെന്റ് സിസ്റ്റം. അതിൽ നമ്മൾ ചെയ്യുന്നത് എങ്ങനെ, നമ്മുടെ എംപ്ലോയീസിനെ എങ്ങനെ മാനേജ് ചെയ്യുന്നത്, നമ്മളിപ്പോൾ എക്സൽ വഴിയായിരിക്കും മാനേജ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് കറക്റ്റായിട്ട് നമുക്ക് ഡേറ്റ നമുക്ക് അലേർട്ട് കിട്ടത്തില്ല. മീൻസ് നമ്മൾ എന്നും പോയി ചെക്ക് ചെയ്യണം എപ്പോഴാണ് എക്സ്പയറി. അപ്പോൾ നമുക്ക് വിസയുടെ എക്സ്പയറി, CPRന്റെ എക്സ്പയറി, അതുപോലെ പാസ്പോർട്ടിന്റെ എക്സ്പയറി എങ്ങനെ നമുക്ക് മനസ്സിലാവത്തില്ല. അപ്പോൾ അതിനുവേണ്ടി നമ്മളൊരു മോഡലുണ്ട്. നമ്മുടെ HSC കിറ്റിന്റെ ഒരു മോഡലിൽ വരുന്നത് എംപ്ലോയി മാനേജ്മെന്റ് സിസ്റ്റം. അപ്പോൾ നമുക്ക് അത് എങ്ങനെ സെറ്റപ്പ് ചെയ്തെന്ന് നമുക്ക് പഠിക്കാം. അപ്പോൾ നമ്മുടെ HSCKit.com എന്ന് പറഞ്ഞ വെബ്സൈറ്റ് ഓപ്പൺ ചെയ്യുക. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ടൈം ഇത് വെബ്സൈറ്റ് ഓൺ ആക്കുമ്പോൾ നമുക്ക് താഴെ കണ്ടോ ഇൻസ്റ്റാൾ HSC കിറ്റ് ആപ്പ് എന്ന് കാണിക്കും. അപ്പോൾ നമ്മൾ ഇത് ഇൻസ്റ്റാൾ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ലാപ്ടോപ്പിലും അതുപോലെ തന്നെ നമ്മുടെ വിൻഡോസ് സിസ്റ്റം ഉണ്ടെങ്കിൽ നമ്മുടെ വിൻഡോസ് സിസ്റ്റം, അതുപോലെ തന്നെ നമ്മുടെ ഫോൺ ഡിവൈസ് ആണെങ്കിൽ ഫോൺ ഡിവൈസിലെല്ലാം ഇത് വർക്കാവും. അപ്പോൾ നമുക്ക് എപ്പോഴും ഈ HSCKit.com വെബ്സൈറ്റിൽ കയറേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ആപ്പ് ഓപ്പൺ ആക്കി കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ മൊബൈലിൽ കിട്ടുന്ന പോലെ നമുക്ക് മൊബൈലിൽ തന്നെ ചെയ്യാം, അല്ലെങ്കിൽ പിന്നെ ലാപ്ടോപ്പിൽ തന്നെ നമുക്ക് പിൻ ചെയ്ത് വെച്ചാൽ മതി. നമുക്ക് എപ്പോഴാണെങ്കിലും നമുക്ക് ആപ്പ് ഓപ്പൺ ആക്കിയാൽ നമുക്ക് എപ്പോഴും ഈ HSCKit.com വെബ്സൈറ്റിൽ കയറേണ്ട ആവശ്യം വരത്തില്ല. അപ്പോൾ നമ്മൾ സൈൻ ഇൻ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. നമ്മുടെ ഇമെയിലും കൊടുക്കുക, അതിൻ്റെ പാസ്വേഡും. അത് കഴിഞ്ഞിട്ട് നമ്മൾ ക്യാപ്ചർ സോൾവ് ചെയ്യണം. എന്നിട്ട് സൈൻ ഇൻ കൊടുക്കുക. അപ്പം നമുക്ക് ഇങ്ങനെ ഫസ്റ്റ് ടൈം നമ്മൾ ഓപ്പൺ ചെയ്യുമ്പോൾ ഇങ്ങനെ ഡാഷ്ബോർഡ് ഇങ്ങനെ ആയിരിക്കും വരുന്നത്. നമുക്കപ്പം ഇവിടെ റൈറ്റ് സൈഡിൽ സിമ്പിൾ അഡ്വാൻസ് എന്ന് പറയുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ഇവിടെ തന്നെ മോഡ്യൂൾസ് എന്ന് പറഞ്ഞാണ്. മോഡ്യൂൾസിന് സെർച്ച് ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ സെർച്ച് ഓപ്ഷൻ നമ്മൾ എംപ്ലോയി അടിക്കണം. അപ്പോൾ എംപ്ലോയീസ് ഫസ്റ്റ് ഉണ്ടോ വന്നു. ഇപ്പം നമ്മൾ രണ്ട് ഓപ്ഷൻ ഉണ്ട് ഇതിൽ. ഇതൊരു ബൾക്ക് അപ്ലോഡിങ്ങും ഉണ്ട്, അതുപോലെ തന്നെ മാനുവലായിട്ട് അപ്ലോഡ് ചെയ്യുന്നുണ്ട്. മാനുവലായിട്ട് മീൻസ് 1 by 1 ആയിട്ട് അപ്ലോഡ് ചെയ്യുന്നതുകൊണ്ട് ഓട്ടോമാറ്റിക് നമ്മുടെ പഴയ എക്സൽ ഇപ്പോൾ കുറേ കമ്പനി ഇപ്പോൾ നമ്മുടെ കമ്പനിക്ക് എപ്പോഴായാലും നമ്മൾ എക്സൽ ഫയൽ ആയിരിക്കും കീപ്പ് ചെയ്യുന്നത്. അപ്പോൾ ആ എക്സൽ ഫയൽ നമുക്ക് ഇതിനകത്ത് അപ്ലോഡ് ചെയ്യാൻ പറ്റും. അപ്ലോഡ് ചെയ്യുമ്പോൾ നമുക്ക് ഇതിന് വെബ്സൈറ്റിൽ ഒരു ടെംപ്ലേറ്റ് ഉണ്ട്. ആ വെബ്സൈറ്റ് ടെംപ്ലേറ്റിലോട്ട് നമ്മുടെ ഡേറ്റ കോപ്പി ചെയ്തിട്ട് അപ്ലോഡ് ചെയ്യാം. അപ്പോൾ നമുക്ക് ടൈം ഇപ്പം ഒന്നൊന്നായിട്ട് എൻട്രി ചെയ്യേണ്ട ആവശ്യം വരത്തില്ല. പുതിയൊരു കമ്പനി ആണെങ്കിൽ ജസ്റ്റ് എംപ്ലോയീസ് നമുക്ക് മാനുവലായിട്ട് അടിക്കുക. അതുപോലെ എക്സൽ ഫയൽ ഉണ്ടെങ്കിൽ ജസ്റ്റ് ബൾക്ക് അപ്ലോഡിങ് ചെയ്യാം. അപ്പോൾ നമ്മളിപ്പം മാനുവലായിട്ട് 1 by 1 എങ്ങനെ ചെയ്യുന്നതെന്ന് കാണിച്ചു തരാം. അപ്പോൾ റൈറ്റ് സൈഡ് കോർണർ ആഡ് എംപ്ലോയി എന്ന് പറഞ്ഞ ബട്ടൺ ഉണ്ട്. അപ്പോൾ അത് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമ്മുടെ ഫുൾ നെയിം കൊടുക്കുക. പിന്നെ എംപ്ലോയി കോഡ്. ഇപ്പോൾ എംപ്ലോയി കോഡ് നമ്മൾ EMP001. ഇപ്പോൾ നമ്മൾ ടെസ്റ്റിന് കൊടുക്കാണ്ട് നമ്മൾ ചുമ്മാ കൊടുക്കുക. പിന്നെ ഫോൺ നമ്പർ മാൻഡേറ്ററി അല്ല. പിന്നെ ഇമെയിൽ അഡ്രസ് മാൻഡേറ്ററി ആണ്. കാരണം അലേർട്ട് പോകുന്നത് ഇപ്പം നമ്മുടെ വിസ അലേർട്ട്, അതുപോലെ CPR അലേർട്ട്, എക്സ്പയറി അലേർട്ട് എല്ലാം പോകുന്നത് ഈ ഇമെയിലായിരിക്കും. അപ്പോൾ നമ്മുടെ കമ്പനി ഇമെയിൽ കൊടുക്കാനും പറ്റും, അത് നമ്മുടെ ഈ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന ഇമെയിൽ കൊടുക്കാനും പറ്റും. അപ്പോൾ ഏതെങ്കിലും ഇമെയിൽ കൊടുത്താൽ മതി. ഇപ്പോൾ ജസ്റ്റ് ഞാൻ എൻ്റെ ഈ ഇമെയിൽ തന്നെ കൊടുക്കുക. അപ്പോൾ എനിക്ക് മാത്രം അലേർട്ട് കിട്ടിയാൽ ഞാൻ എല്ലാവർക്കും അപ്ഡേറ്റ് ചെയ്യും. അപ്പം പിന്നെ ഡിപ്പാർട്ട്മെൻറ്റ്, ഇപ്പോൾ സേഫ്റ്റി ഡിപ്പാർട്ട്മെൻറ്റ് എന്നോ ഓപ്പറേഷൻ ഡിപ്പാർട്ട്മെൻറ്റ് എന്നോ ജസ്റ്റ് കൊടുക്കുക. ഇപ്പം നാഷണാലിറ്റി ഇതൊന്നും മാൻഡേറ്ററി അല്ല, ജസ്റ്റ് സ്കിപ്പ് ചെയ്ത് വിടാൻ പറ്റും. CPRന്റെ ഡേറ്റ ജസ്റ്റ് ടെമ്പററി ആയിട്ട് എന്തെങ്കിലും കൊടുക്കുകയാണ്. CPRന്റെ എക്സ്പയറി ഡേറ്റ് അടുത്ത മാസം കൊടുക്കുക. പാസ്പോർട്ട് നമ്പർ ജസ്റ്റ് ഇത് ഡേറ്റ, ഈ CPRന്റെ ഡേറ്റയും ഈ പാസ്പോർട്ട് ഡേറ്റയും നമുക്ക് കറക്റ്റായിട്ട് കൊടുത്തില്ലെങ്കിലും കുഴപ്പമില്ല. ജസ്റ്റ് നമ്മുടെ എക്സ്പയറി ഡേറ്റ് കൊടുത്താൽ മതി. എക്സ്പയറി ഡേറ്റിലായിരിക്കും നമുക്ക് അലേർട്ട് വരുന്നത്. നമ്മൾ ഈ ചിലർ കാണുമല്ലോ ഇപ്പം ഡേറ്റ ലീക്കായോ അങ്ങനെ പ്രശ്നമുണ്ടോ, അപ്പോൾ അവർക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ ജസ്റ്റ് ഇത് കൊടുത്താൽ മതി. ടെമ്പററി ആയിട്ട് എന്തെങ്കിലും ജസ്റ്റ് അടിച്ചു വിട്ടാലും മതി. കറക്റ്റ് നമ്മുടെ ഈ പേരില്ലേ, നമ്മുടെ പേര് കറക്റ്റ് ആയിരിക്കണം. പേര് വെച്ചാൽ അപ്പം ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. നമുക്ക് ഇത് കൊടുത്തില്ലെങ്കിൽ, ഇത് ഡേറ്റ കറക്റ്റ് കൊടുത്തില്ലെങ്കിൽ നമുക്ക് പേര് വെച്ചാൽ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. പാസ്പോർട്ടിൻ്റെ എക്സ്പയറി നമ്മൾ കൊടുക്കുക. പിന്നെ വിസ നമ്പറും എക്സാമ്പിൾ തന്നെ കൊടുക്കുക. അപ്പോൾ നമ്മൾ ഡേറ്റ എല്ലാം ഫില്ല് ചെയ്തു. സേവ് എംപ്ലോയീസിൻ്റെ ബട്ടൺ ഇല്ല, അത് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമ്മുടെ ഡേറ്റ നമ്മൾ ആഡ് ചെയ്ത ഡേറ്റ സേവ് ആയിട്ടുണ്ട്. ഇപ്പോൾ എന്തെങ്കിലും ഇതിൻ്റെ അപ്ഡേറ്റ് വരണം, നമുക്ക് അപ്ഡേറ്റ് ചെയ്യണം ഫീച്ചർ. ഇപ്പോൾ പുള്ളിക്കാരൻ്റെ വിസ അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും അപ്ഡേറ്റ് ചെയ്താൽ ജസ്റ്റ് എഡിറ്റ് ഓപ്ഷന് പോയിട്ട് അപ്പോൾ ആ ഡേറ്റ് മാത്രം അപ്ഡേറ്റ് ചെയ്ത് കൊടുത്താൽ മതി. പിന്നെ നമുക്ക് അടുത്ത ഓപ്ഷൻ വെച്ചാൽ ബൾക്ക് അപ്ലോഡിംഗ് ആണ്. ബൾക്ക് അപ്ലോഡിംഗ് ലെഫ്റ്റ് സൈഡിൽ ബൾക്ക് അപ്ലോഡ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഇല്ല, അത് ക്ലിക്ക് ചെയ്യുക. എംപ്ലോയീസ് ബൾക്ക് അപ്ലോഡ് സിസ്റ്റം, അത് ഡൗൺലോഡ്, നമ്മളൊരു ടെംപ്ലേറ്റ് ഡൗൺലോഡ് ചെയ്യണം. ഡൗൺലോഡ് എംപ്ലോയീസ് എന്ന് പറഞ്ഞ ടെംപ്ലേറ്റ് ഡൗൺലോഡ് ചെയ്യണം. അത് എക്സൽ ഫയലായിരിക്കും. അത് ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്യുമ്പോൾ എനേബിൾ എഡിറ്റിംഗ് ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക.
അതുപോലെ തന്നെ നമ്മളിപ്പം അതിൽ ഇത് നോക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ ഈ എംപ്ലോയി കോഡില്ലേ, എംപ്ലോയി കോഡ് മാക്സിമം നോക്കണം. കാരണം ഓൾറെഡി നമ്മളിവിടെ മാനുവലായിട്ട് 2 എംപ്ലോയി ക്രിയേറ്റ് ചെയ്ത്, മീൻസ് എംപ്ലോയി 1 എംപ്ലോയി 2 ഓൾറെഡി നമ്മൾ ക്രിയേറ്റ് ചെയ്യാം. അപ്പോൾ നമുക്ക് ഇതിൽ ഒരെണ്ണം സ്കിപ്പ് ആവും, മീൻസ് ഈ എംപ്ലോയി കോഡ് ഉള്ളത് നമുക്ക് മാറ്റി കൊടുക്കണം, അല്ലെങ്കിൽ ഡേറ്റ സ്കിപ്പ് ആയിപ്പോൾ അപ്ലോഡ് ആവത്തില്ല. ജസ്റ്റ് ഞാൻ കൊടുത്തു, സേവ് കൊടുത്തു. എന്നിട്ട് ബൾക്ക് അപ്ലോഡ് പോയിട്ട് നമ്മൾ ഈ ഡൗൺലോഡ് ചെയ്ത ടെംപ്ലേറ്റ് ഇൻസ്റ്റാൾ ചെയ്യുക, അപ്ലോഡ് ചെയ്യുക. അപ്പം നമ്മുടെ എംപ്ലോയീസ് അപ്ലോഡ് ആയിട്ടുണ്ട്, ഒന്നുപോലും സ്കിപ്പ് ആയിട്ടില്ല. ഇപ്പം നമ്മൾ കണ്ടോ, എംപ്ലോയി 1 എംപ്ലോയി 2 കൊടുത്തിട്ടില്ല, എംപ്ലോയി 3 എംപ്ലോയി 4. ഇപ്പം നമ്മൾ എംപ്ലോയി ഇപ്പം എക്സാമ്പിൾ ഇപ്പം നമ്മുടെ എക്സൽ ഫയലിനകത്ത് എംപ്ലോയി 2 കിടപ്പുണ്ടെങ്കിൽ ഇവിടെ ഈ മാനുവലായിട്ട് നമ്മൾ എംപ്ലോയി 2 ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇത് സ്കിപ്പ് ആയി പോകും, ഡേറ്റ അപ്ലോഡ് ആവത്തില്ല. If you like my videos, like, comment, share and follow.